നമ്മുടെ തൃശ്ശൂർ പൂരത്തിന് ഇനി അധിക ദിവസം ഇല്ലാട്ടാ. പൂരത്തിനോടനുബന്ധിച്ച് പൂരം എക്സിബിഷനൊക്കെ ഓപ്പൺ ആയിട്ടുണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെ എക്സിബിഷൻ കാണാനായിട്ട് വന്നിരിക്കുകയാണ് ഞാനും അമ്മയും ദീപും. അപ്പോഴാണ് സ്വരാജ് റൗണ്ടിൽ തെക്ക് ഭാഗത്തായിട്ട് ഒരു ജനക്കൂട്ടവും ചെറിയ ട്രാഫിക് ബ്ലോക്കും തിരക്കൊക്കെ കണ്ടത്. എന്താണ് സംഗതി എന്ന് ചെന്ന് നോക്കിയപ്പോൾ ഇവിടെ ഒരു പൂജയൊക്കെ നടക്കുന്നുണ്ട്. പാറമേക്കാവ് ഭാഗത്തിൻ്റെ പന്തലിൻ്റെ കാൽനാട്ടൽ കർമ്മമാണ് ഇവിടെ നടക്കുന്നത്. എന്തായാലും കറക്റ്റ് ടൈമിൽ ഞാൻ എത്തിയോണ്ട് ഈ ഒരു കർമ്മം കാണാനും അതിൽ പങ്കെടുക്കാനും ഒക്കെ പറ്റി. ഈ ഒരു കാൽനാട്ടൽ കർമ്മത്തിലൂടെയാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ ആഘോഷങ്ങൾക്ക് അങ്ങോട്ട് തുടക്കം കുറിക്കപ്പെടുന്നത്. പത്ത് മണിക്കാണ് എക്സിബിഷൻ ഓപ്പൺ ആവുക. അപ്പം അതിനു മുമ്പ് ജയ പാലസിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ആകുമ്പോൾ ദോശ മാത്രമല്ലാണ്ട് നല്ല പുട്ടും കടലയും അപ്പവും ഒക്കെ കിട്ടുവേ. മുൻപ് ജയ പാലസ് ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം അത് അവിടെ നിന്ന് മാറ്റി ഗ്രൗണ്ട് ഫ്ലോറിൽ പുതിയ റെസ്റ്റോറൻ്റായിട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. പണ്ട് നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ എപ്പോഴും വരുന്ന ഒരു റെസ്റ്റോറൻ്റാണ് ജയ പാലസ്. 1957 മുതൽ പ്രവർത്തനം ആരംഭിച്ച ജയ പാലസിന്റെ സ്ഥാനം തൃശ്ശൂരുടെ മനസ്സിൽ ഒട്ടും ചെറുതല്ല. ബ്രേക്ക്ഫാസ്റ്റ് രാജാവിനെ പോലെ കഴിക്കണം എന്നാണല്ലോ പഴമക്കാർ പറഞ്ഞല്ലേ. അതുകൊണ്ട് 3-4 ഐറ്റംസ് അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. പ്ലേറ്റ് കിട്ടിയതും ദീപു ഹാപ്പി ആയിട്ടാ. ആദ്യം വന്നത് ഇഡ്ഡലിയാണ്. ഇഡ്ഡലിയുടെ കൂടെ നല്ല ചൂട് സാമ്പാറും ചുമന്ന ചമ്മന്തിയും പിന്നെ വെള്ള ചട്നി ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് രാവിലെ വിശപ്പിത്തിരി കൂടുതലാ, രാത്രി കുറവും. എന്തെങ്കിലും കനമായിട്ട് കിട്ടുന്ന പ്രതീക്ഷ അമ്മയ്ക്ക് ഒരു ഇഡ്ഡലി മാത്രം കിട്ടിയോണ്ട് സാമ്പാറിൻ്റെ 2 വലിയ കഷ്ണങ്ങൾ തന്നെ പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. ദീപമാണെങ്കിൽ ഇതേ സമയം കുമ്പിടി കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. മഹാസിദ്ധൻ ചമ്മന്തി വളരെ അടിപൊളിയുണ്ട്. നല്ല അടിപൊളി സാമ്പാർ അല്ല, നല്ല സാമ്പാർ, നല്ല ചട്നി, 2 ചട്നി അടിപൊളിയുണ്ട്. തൊട്ടുപുറകെ വടയെത്തി. നല്ല സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള വടയായിരുന്നു. ഞങ്ങൾക്ക് 3 പേർക്കും വട നല്ല ഇഷ്ടമായി. ഒന്നും മിണ്ടാണ്ട് അമ്മ കഴിക്കണ കണ്ടാലേ അതിൻ്റെ അർത്ഥം അമ്മയ്ക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടെന്നുള്ളതാണ്. അതിൻ്റെ ഇടയിൽ നല്ല ചൂട് പുട്ട് എത്തിയിട്ട ആവി പറക്കണ പറക്കൽ കണ്ട ഒരു പീസ് അതിൽ നിന്ന് അങ്ങോട്ട് പൊട്ടിച്ചെടുത്തു. ചെറിയൊരു കഷ്ണം അമ്മയെടുത്തു. ചില റെസ്റ്റോറൻറ്റിൽ പുട്ടിൻ്റെ കൂടെ പപ്പടം ഉണ്ടാവാറുണ്ടാ. ഇവിടെ പപ്പടമില്ല. പപ്പടമില്ലെങ്കിൽ എന്താ, നല്ല വറുത്തരച്ച കടലക്കറി പറഞ്ഞിട്ടുണ്ടല്ലോ, അതും കൂട്ടി ഒരു പിടി അങ്ങോട്ട് കഴിച്ചു. നല്ല ബെസ്റ്റ് കടലക്കറിയും പുട്ടും. നല്ല നാടൻ വറുത്തരച്ച കടലക്കറിയില്ല അമ്മ. പുട്ടങ്ങോട്ട് കഴിച്ച് തുടങ്ങുമ്പോഴേക്കും ദേ അപ്പം എത്തി. ഒരു ഇഡ്ഡലി മാത്രം കഴിച്ച് വിശന്നിരിക്കണ ദീപുവിൻ്റെ നീരാളിക്കൈകൾ ആ അപ്പത്തിനെ അങ്ങോട്ട് വലിച്ചെടുത്തു. ദീപുവിന് അപ്പം ഒരു വീക്ക്നെസ്സാണ്. ഇവിടുത്തെ അപ്പം അടിപൊളിയുണ്ടെന്നാണ് ദീപു പറഞ്ഞത്. അടുത്ത ഐറ്റം മസാല ദോശയായിരുന്നു. അതും കൂടി വന്നതോടെ ടേബിൾ അങ്ങോട്ട് നിറഞ്ഞു. ടേബിൾ നിറഞ്ഞിട്ട് എന്താ കാര്യം, വയറല്ലെന്ന് അറിയണ്ടേ. അതുകൊണ്ട് ഞാൻ എൻ്റെ ഫോക്കസ് പുട്ടും കടലയിലേക്ക് മാറ്റി. പുട്ട് ഞാൻ ഉരുട്ടി കഴിച്ചപ്പോൾ അപ്പം ദീപു പീസാക്കി കഴിച്ചു. ഞങ്ങൾ 2 പേരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. അങ്ങനെ പുട്ട് പെട്ടെന്ന് തീർത്തിട്ട് ഞാൻ അപ്പത്തിലേക്ക് കടന്നു. അപ്പോൾ ദീപു എന്നോട് പറഞ്ഞു ഒരു പീസ് വെറുതെ കഴിച്ചു നോക്കാൻ. കേട്ട പാതി കേൾക്കാത്ത പാതി. അമ്മയും വേഗം തന്നെ ഒരപ്പെടുത്ത് പകുതിയാക്കി ഒരു പീസ് അങ്ങോട്ട് കഴിച്ചു.
ഇതുവരെ കഴിച്ച എല്ലാ ഐറ്റംസും ഞങ്ങൾ 3 പേർക്കും ഒരേപോലെ ഇഷ്ടമായി. അടിപൊളി. പിന്നെ ഞാൻ ഒരു കുറ്റി പുട്ടും കൂടി പറഞ്ഞിട്ടുണ്ട്. കൂടെ പപ്പടം റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. പുട്ടിനായിട്ടുള്ള കാത്തിരിപ്പിൻ്റെ ഇടയിലാണ് അമ്മ പറയണേ മസാല ദോശയിലെ മസാല ഉഗ്രനായിട്ടുണ്ടെന്ന്. പറഞ്ഞത് കറക്റ്റാട്ടാ. അടിപൊളി മസാല ദോശ. കറക്റ്റ് ടൈമിൽ ചായ എത്തി. അമ്മയ്ക്ക് കാപ്പിയായിരുന്നു. അത് കുടിച്ചപ്പോൾ അമ്മയുടെ മുഖത്ത് ഒരു പുഞ്ചിരി അങ്ങോട്ട് വിടർന്നു. ദീപും ഡബിൾ ഉഷാറായി. നല്ല അസല് ചായയും കാപ്പി. അങ്ങനെ രണ്ടാമത്തെ കുറ്റി പുട്ടും നമ്മുടെ പപ്പടം ഇവിടെ എത്തിയിരിക്കുകയാണ്. ബാക്കിയുള്ള കടലക്കറി അതിൻ്റെ മേലേക്ക് തട്ടിയിട്ട് ആ പപ്പടം കൂട്ടി ഒരു പൊടി അങ്ങോട്ട് പിടിച്ചു. പപ്പടം കൂടി വന്നപ്പോഴേ വേറെ ലെവലായി. എൻ്റെ കഴിപ്പ് കണ്ടിട്ടേ പുട്ട് കഴിക്കാത്ത ദീപ് വരെ ഒരു പിടി ചോദിച്ചു വാങ്ങി. ഇതാദ്യമായിട്ടാണ് ദീപു എൻ്റെന്ന് രണ്ടാമതൊരു പിടി പുട്ട് വാങ്ങി കഴിക്കണേ. അതിനർത്ഥം ആൾക്ക് അത്രയും ഇഷ്ടമായി എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ വെജിന് പകരം നോൺ വെജ് ബ്രേക്ക്ഫാസ്റ്റാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മുടെ ജയ പാലസിൽ നല്ല അപ്പവും മുട്ടക്കറിയും ചിക്കൻ കറിയും അങ്ങനെ നോൺ വെജ് വിഭവങ്ങളും കിട്ടും. അങ്ങനെ ജയ പാലസിൽ നിന്ന് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച സംതൃപ്തിയിൽ ഞങ്ങൾ നേരെ പൂരം എക്സിബിഷൻ്റെ അവിടേക്ക് നടന്നു. പാറമേക്കാവിൻ്റെ കാൽനാട്ടൽ ചടങ്ങ് കഴിഞ്ഞതിൻ്റെ തിക്കും തിരക്കും ബഹളമൊന്നും ഇതുവരെ കഴിഞ്ഞിട്ടില്ല കേട്ടാ. വണ്ടികൾ ഉറുമ്പരിക്കണ പോലെ പതുക്കന്നെ പോണേ. ചെറിയ ബ്ലോക്കൊക്കെ ഉണ്ട്. സമയം 10 മണി ആവണേ ഉള്ളൂ. ഒരു 10 മിനിറ്റ് ഏതെങ്കിലും മരത്തണലിൽ വിശ്രമിക്കാമെന്ന് വിചാരിച്ചാൽ ഇപ്പം തന്നെ എല്ലാ മരച്ചോട്ടിലും നിറയെ ആൾക്കാരുണ്ട്. അമ്മ പറഞ്ഞു ഇനി എവിടെ ഇരിക്കേണ്ട, നേരെ എക്സിബിഷൻ കാണാൻ പോവാം. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എവിടെയെങ്കിലും ഇരിക്കാൻ പറ്റുമെന്ന് നോക്കാമെന്ന്. പൂരപ്പറമ്പിൽ പലയിടത്തായിട്ട് ലോറികളൊക്കെ വന്ന് കിടക്കുന്നുണ്ട്. എന്തൊക്കെയോ പണികൾ നടക്കണമുണ്ട്. കേരളത്തിന്റെ ഖ്യാതി ലോകത്തോളം ഉയർത്തിയ പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന് കേരളത്തിന്റെ സ്വന്തം ബാങ്കായ കേരള ഗ്രാമീൺ ബാങ്കിന്റെ ആശംസകൾ. പെൺപിറവിയുടെ പവിത്രത ഇവിടെ തുടങ്ങുന്നു. തൃശ്ശൂർ പൂരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എക്സിബിഷൻ ആരംഭിക്കും. പൂരം കഴിഞ്ഞാലും പിന്നെയും കുറേ നാൾ എക്സിബിഷൻ ഉണ്ടാവാറുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു 2-3 തവണയെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ കയറി ഇറങ്ങാറുമുണ്ട്. ഇത്തവണ 40 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ലിഥിയം അയൺ ബാറ്ററികൾ, സെർവോ സ്റ്റെബിലൈസർ, സ്റ്റെയിൻലെസ് സ്റ്റീൽ ടാങ്ക് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ പൈത്തൺ ഒരുക്കുന്നു. ഈ ഊർജ്ജ സംരക്ഷണത്തിന്റെ വളർച്ചയുടെ പാതയിൽ പുതിയ കാഴ്ചകൾ കയറി അങ്ങോട്ട് ചെല്ലുമ്പോഴേ ഫസ്റ്റ് കാണുന്നത് രാജസ്ഥാനി ബെഡ്ഷീറ്റുകളും അതുപോലുള്ള തുണിത്തരങ്ങളുടെയൊക്കെ സ്റ്റാളുകളാണ്. പിന്നീടുള്ള സ്റ്റാളിൽ നിറയെ ടോയ്സ് ആയിരുന്നു. പല രീതിയിൽ വെറൈറ്റിയിലുള്ള ഒരുപാട് ടോയ്സ് ഉണ്ട് അവിടെ. നെക്സ്റ്റ് വരുന്നത് ഫർണിച്ചറിൻ്റെ സ്റ്റാളാണ്. കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഈ എല്ലാ സോഫയിലും കയറിയിരുന്ന് ചെക്ക് ചെയ്തിട്ടേ പോരാറുള്ളൂ. ഇപ്പം എന്തോ ഒരു മടി പോലെ. നെക്സ്റ്റ് പ്ലാസ്റ്റിക്കും പാത്രങ്ങളൊക്കെ വെക്കുന്ന ഒരു സ്റ്റാളായിരുന്നു. ദീപുന് അവിടെ 1-2 പാത്രങ്ങളൊക്കെ ഇഷ്ടമായി. അതിൽ ഏറ്റവും ഇഷ്ടമായത് കുഞ്ഞൊരു പോണിയാണ്. ദീപു കാര്യമായിട്ട് അതൊക്കെ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. ഇഷ്ടമായെങ്കിൽ വാങ്ങിക്കോളാൻ പറഞ്ഞപ്പോൾ അതവിടെ വെച്ച് അടുത്ത സ്റ്റാളിലേക്ക് പോയി. ഇവിടെ നിറയെ കരകൗശല വസ്തുക്കളും പിന്നെ നല്ല കളർഫുള്ളായിട്ടുള്ള നോർത്ത് ഇന്ത്യൻ വളകളും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് പിന്നെ ചെറിയൊരു ഓട്ടപ്രദക്ഷിണമായിരുന്നു. കുറേ ഓഫറുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ലാഭമാണോ നഷ്ടമാണോ നല്ല ക്വാളിറ്റിയാണോ ഒന്നും എനിക്കറിയില്ല കേട്ടാ. എനിക്ക് തോന്നിയത് ചിലതൊക്കെ ഞാൻ വാങ്ങി. അങ്ങനെ നോക്കി നോക്കി ഈ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് പയറരിയാനൊരു കത്തിയും പിന്നെ തോട്ടീമ വയ്ക്കണ ഒരു കത്തിയും വാങ്ങി. അങ്ങനെ കത്തി വാങ്ങി കാഷ്യർ ദീപു കാശും കൊടുത്ത് ഞങ്ങളവിടെ നടന്നു കഴിഞ്ഞി. അടുത്തത് അമ്മയുടെ പ്രധാനപ്പെട്ട ഏരിയ ആയിരുന്നു, വിത്തും വളങ്ങളും. അങ്ങനെ വിത്ത് സെലക്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നോക്കിയപ്പോഴാണ് കത്തി വാങ്ങിയ കാശ് മുതലായി മനസ്സിലായത്. കൈ ചെറുതായി മുറിഞ്ഞിരിക്കണു. കൈ മുറിഞ്ഞു. ഇവിടെ നോക്കി കണ്ട ഭർത്താവിൻ്റെ കൈ മുറിഞ്ഞാലല്ല സ്വന്തം ബാഗ് ഓട്ടാവണേലാണ് ദീപുവിൻ്റെ വിഷമം.
15 മില്യൺ അപ്പോൾ കാഴ്ച പുഴുക്കൾ ഫംഗസ് നീരൂറ്റുന്ന പ്രാണികളെല്ലാം പൂർണ്ണമായിട്ട് വേണ്ട. അങ്ങനെ നടന്ന് നടന്ന് നമുക്ക് വലിയ താല്പര്യമുള്ള ചില സ്റ്റാളുകൾ കൂടി വന്നു തുടങ്ങി. ഇങ്ങനെ വറുത്ത കടലയും മിക്സറൊക്കെ കാണുമ്പോൾ ആരായാലും ആ കൈ അങ്ങോട്ട് നീട്ടിപ്പോവും. കൈ നീട്ടണത് ഞാനാണെങ്കിലും കൊത്തിപ്പറിക്കാൻ രണ്ടാളും മോശമല്ലാട്ടാ. അങ്ങനെ അവിടെ നിന്ന് 1-2 ഐറ്റം കൂടി സാമ്പിളൊക്കെ നോക്കി അതിൻ്റെ ടേസ്റ്റൊക്കെ ആസ്വദിച്ച് നേരെ അടുത്ത സ്റ്റാളിലേക്ക് പോന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ എവിടെ പോകുമ്പോഴും മുണ്ടാണ് കൊടുക്കാറ്. അതെന്താന്ന് ചോദിച്ചാൽ അറിയില്ല, അതങ്ങനെ സെറ്റായി. തൃശ്ശൂരിൽ വളരെ ഫേമസ് ആയിട്ടുള്ള കൈത്തറി ഗ്രാമമാണല്ലോ കുത്താമ്പള്ളി. എന്തായാലും ഇവിടെ നിന്ന് 1-2 മുണ്ടെടുക്കാമെന്ന് വിചാരിച്ചു. അടുത്തതായിട്ട് ഞങ്ങൾ വാങ്ങിയത് ഈ കരിപ്പട്ടിയാണ്. കരിപ്പട്ടി വീട്ടിലുണ്ടെങ്കിൽ രാവിലെ ചായക്ക് പകരം ഞങ്ങൾ അതാണ് ഉപയോഗിക്കാറ്. 2 വർഷത്തോളം കേട് വരാതിരിക്കും. 200 അത് 200 രൂപ. രാവിലെ തന്നെ കുരുമുളക് കിട്ട കരിപ്പട്ടിയുടെ ചായ കുടിക്കുമ്പോൾ നല്ലൊരു സുഖ തൊണ്ടയ്ക്കും മനസ്സിനും ശരീരത്തിനൊക്കെ. അങ്ങനെ കരിപ്പട്ടി വാങ്ങി മന്ദം നടന്ന് ഞങ്ങൾ നേരെ എത്തിപ്പെട്ടത് പല ഫ്ലേവറിലുള്ള ജീരകമിഠായി വിൽക്കുന്ന ഒരു സ്റ്റാളിലേക്കായിരുന്നു. 1/4 കിലോ 150. 1/4 കിലോ 150 രൂപ. മിക്സ് പിടിച്ചു 150 രൂപ കൂടി മിക്സ് രാജസ്ഥാനി വെറൈറ്റി ആയിട്ടും ഈ വെച്ചനത്തെ മൗത്ത് ഫ്രഷ്നർ വായലുണ്ട്. അങ്ങനെ ഇത് തിന്നാലോ അല്ലേ? തുപ്പണ്ടല്ലോ വേണ്ട. ദീപു ആദ്യമായിട്ടാണ് പാക്ക് പോലത്തെ ഒരു ഐറ്റമൊക്കെ കഴിക്കണേ. അത് കഴിച്ചിട്ടുള്ള ദീപുവിൻ്റെ എക്സ്പ്രഷൻ ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു സ്റ്റാളൊക്കെ കുറച്ചുകൂടി റേറ്റ് കൂട്ടിയിട്ട് AC ആക്കേണ്ട ടൈമൊക്കെ അതിക്രമിച്ചു. എന്താ ഒരു ചൂട്! ചിൽഡായിട്ട് ഓരോ നാരങ്ങ വെള്ളം അങ്ങോട്ട് കാച്ചിട്ട് മതി നീ നടത്തുന്ന അങ്ങോട്ട് വിചാരിച്ചു. ഞാനും ദീപും സർബത്തും അമ്മ ഫ്രഷ് ലൈവാണ് പറഞ്ഞത്. അങ്ങനെ ചെറിയൊരു ദാശപനൊക്കെ വരുത്തി ഞങ്ങൾ വീണ്ടും നടത്താരംഭിച്ചു കേട്ടോ. ഇപ്പം ഏകദേശം പകുതി എക്സിബിഷൻ്റെ സ്റ്റാളൊക്കെ കണ്ടു കഴിഞ്ഞു. പണ്ട് മുതലേ എക്സിബിഷന് കയറുമ്പോൾ നമ്മുടെ മെയിൻ ടാർഗറ്റ് സ്പോട്ടാണ് ഈ ബജ്ജിയൊക്കെ വിൽക്കുന്ന ഭാഗം. രാവിലെ ജയ പാലസിൽ നിന്ന് അത്യാവശ്യം മൂക്കുമുട്ട തട്ടിയോണ്ടേ ഇത് കാണുമ്പോൾ യാതൊരു കൊതിയും തോന്നണില്ല എന്ന് മാത്രമല്ല ഒരു തരം മരവിപ്പാ. അതുകൊണ്ട് തൽക്കാലം ബജ്ജി ഒഴിവാക്കി ഞങ്ങളങ്ങോട്ട് നടന്നു. എല്ലാ പ്രാവശ്യത്തെയും പോലെ ജാൻവിയിലും സ്വിങ്ങും അങ്ങനെയുള്ള ആക്ടിവിറ്റീസും ഇവിടെ ഉണ്ട്. രാവിലെ ആൾ കുറവായതിനാൽ വൈകിട്ടാണ് ഇതൊക്കെ ആക്റ്റീവ് ആവുക. കഴിഞ്ഞ തവണ തൃപ്രയാർ ഏകാദശിക്ക് ജാൻവിയിലൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം പൂരം എക്സിബിഷന് ജാൻവിയിൽ കയറണമെന്ന് ഒരാഗ്രഹമുണ്ട്. അടുത്ത തവണ വരുമ്പോൾ വൈകിട്ട് വേണം ടിക്കറ്റ് എടുക്കാൻ. ജാൻവിലിൻ്റെ അവിടെ നിന്ന് നടന്ന് നീങ്ങിയിട്ട് ഞങ്ങൾ പിന്നെ കയറിയത് ശ്രീരാമകൃഷ്ണ മഠത്തിൻ്റെ ബുക്ക് സ്റ്റാളിലാണ്. ആത്മീയ വേദാന്ത പുസ്തകങ്ങളും കുട്ടികൾക്കുള്ള അത്തരത്തിലുള്ള കഥകളും ഒക്കെ അറിയാനും വായിക്കാനും താല്പര്യമുള്ളവർക്ക് പറ്റിയൊരു സ്ഥലമാണിത്. വിലയും വളരെ കുറവാണ്. 1-2 പുസ്തകം വാങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ചൂടേറ്റ് തളർന്ന ഞങ്ങൾക്ക് കുറച്ച് ദാഹജലം കിട്ടിയത്. അങ്ങനെ ഐസ്ക്രീമും അവൽ മിൽക്കൊക്കെ കുടിച്ച് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി വീണ്ടും നടത്താരംഭിച്ചു. ഇനിയും ഒരുപാട് സ്റ്റാളുകളുടെ പണി ഇവിടെ തീരാനുണ്ട്. ഞങ്ങൾ പോയത് ഇന്നല്ല കേട്ടോ, കുറച്ച് ദിവസം മുമ്പാണ്. ഈ വീഡിയോ വരുന്ന സമയത്ത് ഒരുപക്ഷെ ആ സ്റ്റാളുകളുടെ ഒക്കെ പണി പൂർത്തീകരിച്ചിട്ടുണ്ടാവും. അടുത്ത തവണ പൂരത്തിനോട് അടുപ്പിച്ച് വരുമ്പോൾ എന്തായാലും ആ സ്റ്റാളുകൾ കൂടി കാണണം. എല്ലാ പ്രാവശ്യമുള്ള പോലെ മനോരമയുടെ മാതൃഭൂമിയുടെ സ്റ്റാള് നേരത്തോടെ തന്നെ പണിയൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ പൂരം സ്പെഷ്യൽ കോഫി ഹൗസും ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. വിശപ്പില്ലാത്തതുകൊണ്ട് അവിടെയും കയറാൻ പറ്റിയില്ല. അടുത്ത തവണ വരുമ്പോൾ 2 കട്ട്ലേറ്റ് കഴിക്കാനുള്ള സ്പേസെങ്കിലും വെക്കണം. ഇനിയിപ്പോൾ വിശക്കണമെങ്കിൽ ഒരു 3 മണി 4 മണി ആവണം. അങ്ങനെ ഇത്തവണത്തെ തൃശ്ശൂർ പൂരത്തിൻ്റെ ആദ്യത്തെ എക്സിബിഷൻ കറക്കം ഇവിടെ സമാപിക്കുകയാണ്. ഇനിയും 1-2 തവണ പൂരത്തിൻ്റെ ഇടയിൽ എക്സിബിഷൻ കാണാൻ ഞങ്ങൾ വരും. പാറമേക്കാവ് അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ഒരു ഊബർ കിട്ടി. അതിൽ കയറി ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. ഇന്നത്തെ ദിവസം ശരിക്കും അടിപൊളിയായിരുന്നു. രാവിലെ തന്നെ പാറമേക്കാവ് വിഭാഗത്തിൻ്റെ കാൽനാട്ടൽ കർമ്മം കാണാൻ കഴിഞ്ഞു.
പിന്നെ ജയ പാലസിൽ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്, പൂരം എക്സിബിഷനിലെ നല്ലൊരു കറക്കം, എല്ലാം കൊണ്ടും വളരെ നല്ലൊരു ദിവസം.